പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇന്നത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ ഇനി പറയുന്നവയാണ്. ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങളിൽ അയൽരാജ്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ഇന്ന് മാപ്പ് പറഞ്ഞു. ഇറാനിലെ ഇന്ററിം ലീഡർഷിപ്പ് കൗൺസിൽ എടുത്ത തീരുമാനപ്രകാരം അയൽരാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാത്തിടത്തോളം ഇനി അങ്ങോട്ട് മിസൈലുകൾ അയക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അയൽരാജ്യങ്ങളെ ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അൽ ദഫ്ര എയർബേസിലും കുവൈറ്റിലെ US താവളങ്ങളിലും ഇറാൻ ഇന്ന് വൻതോതിൽ ഡ്രോൺ ആക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്കിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച പ്രിമ എന്ന ഓയിൽ ടാങ്കറിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. ഇറാന്റെ ഭാഗത്തുനിന്ന് നിരുപാധിക കീഴടങ്ങൽ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാനെ മിഡിൽ ഈസ്റ്റിലെ തോറ്റവർ, ലൂസർ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇസ്രയേൽ ഇന്ന് പുലർച്ചെ ടെഹ്റാനിലും ഇസ്ഫഹാനിലും പുതിയ രീതിയിലുള്ള ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തി. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം നീണ്ടുനിൽക്കാൻ സാധ്യതയുള്ളതിനാൽ അമേരിക്ക തങ്ങളുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിനെ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. ഇറാനിൽ മാത്രം ഇതുവരെ 1330-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലെബനനിൽ 200-ലേറെ പേർക്കും മരണം സംഭവിച്ചു. ദുബായ് എയർപോർട്ട് DXB ഭാഗികമായി പ്രവർത്തനം തുടങ്ങിയെങ്കിലും മിക്ക വിമാന സർവീസുകളും ഇപ്പോഴും തടസ്സപ്പെട്ട നിലയിലാണ്. ലെബനനിൽ നിന്നും ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും വൻതോതിൽ ആളുകൾ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റിനെ വിളിച്ച് സംസാരിക്കുകയും യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ചകൾ തുടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യുദ്ധം ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ആഗോള സമ്പദ്വ്യവസ്ഥയെ ഇത് തകർക്കുമെന്നും UN സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി. ഇറാൻ-അമേരിക്ക യുദ്ധത്തിന്റെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 8ാം ദിനമായ ഇന്ന് 2026 മാർച്ച് 7 ലോകശക്തികളായ ചൈന, റഷ്യ, നോർത്ത് കൊറിയ എന്നിവർ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ ഇന്നത്തെ പ്രധാന നിലപാടുകൾ ഇനി പറയുന്നവയാണ്. ചൈന ഈ യുദ്ധത്തെ ശക്തമായി അപലപിക്കുകയും തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഈ ആക്രമണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചൈന സാമ്പത്തിക സഹായവും മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ ഭാഗങ്ങളും നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും ചൈന ആലോചിക്കുന്നു. റഷ്യ യുദ്ധം തുടങ്ങിയതു മുതൽ ഇറാന് പിന്നിൽ ഉറച്ചുനിൽക്കുന്ന റഷ്യ ഇന്ന് കൂടുതൽ കർക്കശമായ നിലപാടാണ് എടുത്തത്. രഹസ്യാന്വേഷണ സഹായത്തോടെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെയും വിമാനങ്ങളുടെയും